ഈ ബിസിനസ് ഓണേഴ്സിന് അവരുടെ ടീമിലേക്ക് നല്ല ആൾക്കാരെ കിട്ടുന്നില്ല. മിക്കവാറും ബിസിനസ് ഓണേഴ്സിൻ്റെ കംപ്ലയിൻ്റ് ആണത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ നല്ല ആൾക്കാരെ ബിസിനസ് ഓണേഴ്സിന് കണ്ടുപിടിക്കാൻ പറ്റാത്തത്? ഇങ്ങനെയുള്ള പലപ്പോഴും ബിസിനസ് ഓണേഴ്സ് ഈ രീതിയിൽ എന്നോട് പലപ്പോഴും സംസാരിക്കാറുണ്ട്. സംഭവമൊക്കെ ഓക്കെയാണ്, പക്ഷേ സാറേ നല്ല ആൾക്കാരെ കിട്ടുന്നില്ല. ഞാൻ അവരോട് പലപ്പോഴും തിരിച്ച് ചോദിക്കാറുണ്ട്. അപ്പം ഇന്ത്യയിൽ തന്നെ 150 കോടിയോളം ജനങ്ങളുണ്ട്. അതിന് നിങ്ങൾക്ക് പറ്റുന്ന ഒരാളെ കിട്ടുന്നില്ലേ? പ്രശ്നം നല്ല ആൾക്കാർ കിട്ടാത്തതല്ല, നല്ല ആളുകളെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാനുള്ള പ്രോസസ്സ് ഇല്ലാത്തതുകൊണ്ടാണ്. അതായത് ഹയറിംഗ് പ്രോസസ്സ് കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ്. അതായത് പലപ്പോഴും ബിസിനസ് ഓണേഴ്സിൻ്റെ ഇത്തരത്തിൽ ഈ ടീമിലേക്കുള്ള അല്ലെങ്കിൽ സീനിയർ ടീമിൽ ഹയറിംഗ് നടക്കുന്നത് പലപ്പോഴും ഈ റെഫറൽസിലൂടെയാണ്. റെഫറൽസ് എന്ന് പറയുന്നത് എപ്പോഴും അതിനൊരു പരിമിതിയുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു കൺവീനിയൻറ്റ് ബേസ്ഡ് ഹയറിംഗ് മാറിയിട്ട് ആ ഹയറിങ്ങിൻ്റെ പ്രോസസ്സ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. അതായത് നമുക്ക് ഒരു കമ്പനിയിലേക്ക് ഒരു വേക്കൻസി വരുന്ന സമയത്ത് അതിനൊരു പ്രോസസ്സിലൂടെ തന്നെ പോകണം. അതായത് ആദ്യം ആ ഒരു ആ ജോബിൻ്റെ റോള് ഡിഫൈൻ ചെയ്യണം. ആ റോളിന് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഔട്ട്കം എന്താണ്, അതുപോലെ തന്നെ എന്തെല്ലാം ലെവൽ ഗ്രോത്താണ് ആ ഒരു റോളിൽ ആൾ കമ്പനിക്ക് കൊണ്ടുവരേണ്ടത്, അദ്ദേഹത്തിൻ്റെ റോൾസ് എന്തൊക്കെയാണ്, റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, ആ റോൾസ് ക്ലിയർ ആവണം. അതേപോലെ തന്നെ ആ ഒരു ഇപ്പം എന്ന് പറയുന്ന സമയത്ത് ഈ പലപ്പോഴും ചെയ്യാനുള്ള ടാസ്ക് മാത്രമല്ല ആ എന്ന് പറയുന്നത്. ആ ഒരു ആ ഒരു റോള് പെർഫോം ചെയ്യേണ്ട ആൾക്ക് വേണ്ട സ്കിൽസ് എന്തൊക്കെയാണ്, നോളജ് എന്തൊക്കെയാണ്, ആറ്റിറ്റ്യൂഡ് എന്തൊക്കെയാണ് എന്ന് കൃത്യമായിട്ടും ഡിഫൈൻ ചെയ്യണം. ഈ ഹയറിംഗ് എന്ന് പറയുന്നത് എപ്പോഴും ഈ കല്യാണം കഴിക്കുന്ന പോലെയാണ്, മാച്ചിങ് നോക്കുന്ന പരിപാടിയാണ്. അതായത് നമുക്ക് വേണ്ട സ്കില്ലുള്ള, നോളജുള്ള, ആറ്റിറ്റ്യൂഡുള്ള ആളുകളെ കണ്ടെത്തുന്ന പരിപാടിയാണ് ഹയറിംഗ് എന്ന് പറയുന്നത്. പലപ്പോഴും പല ബിസിനസ് ഓണേഴ്സ് ഉണ്ടാവും ഈ ആറ്റിറ്റ്യൂഡ് സൈഡ് പലപ്പോഴും മിസ് ചെയ്യാറുണ്ട്. അപ്പോൾ ആറ്റിറ്റ്യൂഡ് നോക്കുക. അപ്പം റീസെൻ്റ്ലി നമ്മൾ കൺസൾട്ടിങ് കൊടുക്കുന്ന ഒരു കമ്പനി അവരൊരു സീനിയർ പൊസിഷനിലേക്ക് ഒരാൾ ഹയർ ചെയ്തു. വളരെ സീനിയർ ആയിട്ടുള്ള ഒരു സീസൂട്ട് ലെവലിൽ അതിന് നിൽക്കുന്ന ഒരാൾ ഹയർ ചെയ്തു. നല്ല സ്കില്ലുള്ള മനുഷ്യനാണ്. പക്ഷേ എന്താണ്, ഈ സ്ഥാപനം വന്ന സമയത്ത് അവിടെയുള്ള കംപ്ലീറ്റ് ആളുകളെ സ്പോയിൽ ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായതുകൊണ്ട് വളരെ പെട്ടെന്ന് ടെർമിനേറ്റ് ചെയ്യേണ്ടി വന്നു. അവിടെ വിഷയം എന്താ വന്നത്, അവിടെ ഹയറിംഗ് കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ്. ഇത്തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ചെക്ക് ചെയ്യാനുള്ള ഒരു മെക്കാനിസം ഹയറിങ്ങിൽ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ആറ്റിറ്റ്യൂഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അങ്ങനെ സ്കില്ലും നോളജും ആറ്റിറ്റ്യൂഡും കൃത്യമായിട്ട് ആദ്യം ഡിഫൈൻ ചെയ്യണം. അതിന് പറ്റുന്ന ആളുകളെ വൈഡായിട്ടുള്ള സോഴ്സിലൂടെ, റെഫറൻസ് മാത്രമല്ലാതെ പലതരത്തിലുള്ള സോഴ്സുകൾ യൂസ് ചെയ്യണം. അതിന് വൈഡൻ ചെയ്യണം. ആ പൊസിഷൻ എത്രത്തോളം സീനിയർ ആവുന്നോ അത്രത്തോളം ലീഡിൻ്റെ സോഴ്സിങ് വൈഡൻ ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾക്ക് പോർട്ടൽസ് യൂസ് ചെയ്യാം, അതേപോലെ തന്നെ ഹയറിംഗ് ഏജൻസികളെ യൂസ് ചെയ്യാം, ലിങ്ക്ഡിൻ പോലെ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാം. വളരെ കൂടുതലായിട്ട് എന്ത് ചെയ്യാം, ഇത്തരത്തിലുള്ള സോഴ്സുകൾ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടുന്ന അറ്റ്ലീസ്റ്റ് ഒരു 10-20 പ്രൊഫൈലുകൾ കൊണ്ടുവരിക. അതിൽ നിന്ന് കൃത്യമായിട്ട് മാച്ച് ആവുന്ന ഒരു 5 പേരെ 6 പേരെ ഡീറ്റെയിൽ ആയിട്ട് പേഷ്യൻസോട് കൂടിയിട്ട് കൃത്യമായിട്ട് ആളുകളെ മീറ്റ് ചെയ്ത് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് കൊണ്ടുവരാനുള്ളൊരു പ്രോസസ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല ആൾക്കാരെ കൊണ്ടുവരാൻ പറ്റും. അതേപോലെ തന്നെ മികച്ച ആളുകളെ കൊണ്ടുവരാമെന്ന് പറയുമ്പം നമുക്ക് ആ രീതിയിലേക്ക് നമ്മുടെ കമ്പനി ഫിറ്റ് ആവണം. അതായത് നമുക്ക് കൃത്യമായിട്ടും ഒരു കാൻഡിഡേറ്റ് നല്ലൊരു ടാലൻറ്റ് എന്തുകൊണ്ട് നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരണം എന്നുള്ള ക്ലാരിറ്റി കൂടി വേണം. ആ രീതിയിലൊരു വിഷനും അത്തരത്തിലുള്ള മികച്ചൊരു എംപ്ലോയി എക്സ്പീരിയൻസ് കൊടുക്കുന്ന ഒരു സംവിധാനമൊക്കെ നമുക്ക് ഭാഗത്ത് ഉണ്ടാവണം. അപ്പോഴാണ് നമുക്ക് നല്ല ആളുകളെ, നല്ല ടാലൻറ്റിനെ അട്രാക്ട് ചെയ്യാൻ പറ്റുക. അല്ലാതെ ആളുകളെ കിട്ടാത്ത പ്രശ്നമല്ല, നല്ല ആളുകളെ നമുക്ക് നമ്മുടെ സ്ഥാപനത്തിലേക്ക് എത്തിക്കാനുള്ള പ്രോസസ്സ് കറക്റ്റ് അല്ലാത്തത് കൊണ്ടാണ് നമുക്ക് പലപ്പോഴും നല്ല ആൾക്കാർ കിട്ടുന്നില്ല എന്നുള്ള പരാതി മിക്കവാറും ബിസിനസ് ഓണേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാറുള്ളത്.